നുവാൻ കുലശേഖരയുടെ പന്തിനെ വാങ്കഡയിലെ കടൽ പോലുള്ള കാണികൾക്കിടയിലേക്ക് കോരിയിട്ട് നമ്മുടെ 28 വർഷത്തെ കാത്തിരിപ്പ് MSD അവസാനിപ്പിച്ച ആ നിമിഷം ഓർമ്മയില്ലേ? PR ശ്രീജേഷിനെ എടുത്തുയർത്തി സ്പെയിനെതിരെ പാരീസിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേട്ടം ആഘോഷിച്ചത് മറക്കാനാകുമോ? ഡിംഗ്ലിറനെ വീഴ്ത്തിയെന്നുറപ്പായപ്പോൾ ചെസ് ബോർഡിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ കണ്ണുനീർ കറന്ന പുഞ്ചിരി മറക്കുന്നതെങ്ങനെ? ഈ 3 മനോഹര നിമിഷങ്ങളിലും ഇന്ത്യയുടെ വിജയത്തിനൊപ്പം ഒരു ദക്ഷിണാഫ്രിക്കക്കാരന്റെ പേര് കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. വലിയ ഇന്ത്യൻ നേട്ടങ്ങളുടെ താക്കോലിരിക്കുന്നത് പാഡി ആപ്റ്റന്റെ കയ്യിലാണ്. ചെസ്സിലെ വിശ്വവിജയുടെ കിരീടം ചൈനയുടെ ഡിംഗ്ലിറനിൽ നിന്ന് നമ്മുടെ ഗുഗേഷ് നേടിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിയുന്നതേയുള്ളൂ. 18-ാം വയസ്സിൽ സ്വന്തമാക്കിയ ആ കിരീടം കുറച്ചധികം സ്പെഷ്യലാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനും സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ഗുഗേഷ്. 11-ാം വയസ്സിൽ മനസ്സിലുറപ്പിച്ച ആഗ്രഹം വെറും 7 വർഷങ്ങൾക്കിപ്പുറം യാഥാർത്ഥ്യമാക്കുവാൻ ചില്ലറ മനക്കരുത്തൊന്നും പോരാ അല്ലേ? എന്നാൽ ഗുഗേഷ് ഒറ്റയ്ക്കായിരുന്നില്ല. 2011 ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിനും മനക്കരുത്തു നൽകാൻ ആ മനുഷ്യൻ ഒപ്പമുണ്ടായിരുന്നു, നിശബ്ദനായി. യാദൃച്ഛികമല്ല, വിശ്വവേദികളിലെ ഇന്ത്യൻ നേട്ടങ്ങളുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റായി പാഡി ആപ്റ്റൻ മാറുന്നുണ്ട്. എന്റെ യാത്രയിൽ കരുത്തായി നിന്നതിന് നന്ദി പാഡി. ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഗുഗേഷ് ആദ്യം പറഞ്ഞ പേരുകളിലൊന്ന് പാഡി ആപ്റ്റന്റേതാണ്. പ്രസംഗത്തിനൊടുവിൽ തന്റെ ലോക കിരീടം അതേ മനുഷ്യന്റെ കൈകളിൽ കൊണ്ട് നൽകുന്ന ഗുഗേഷിനെയും കണ്ടിരുന്നു. 6-7 മാസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളിൽ അത്രമേൽ വിശ്വാസവും ബഹുമാനവും ഉണ്ടാകുന്നത്? ചെസ്സിൽ കാര്യമായ പരിചയമൊന്നുമില്ലാത്ത ആ ദക്ഷിണാഫ്രിക്കക്കാരൻ എങ്ങനെ ഗുഗേഷിന്റെ വിജയത്തിൽ വലിയൊരു അവകാശിയായെന്നല്ലേ നോക്കാം. 25-ാം വയസ്സിൽ പ്രൊഫഷണൽ ക്രിക്കറ്റ് അവസാനിപ്പിച്ച് പരിശീലനം കരിയറാക്കാൻ ഇറങ്ങിത്തിരിച്ച പാഡി ആപ്റ്റൻ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച മെന്റൽ ട്രെയിനർമാരിൽ ഒരാളാണ്. കായിക താരങ്ങൾക്ക് മെന്റൽ സ്ട്രെങ്ത്, കണ്ടീഷനിങ്, സ്ട്രാറ്റജിക്കൽ ട്രെയിനിങ് എന്നീ സേവനങ്ങളാണ് അദ്ദേഹം പ്രധാനമായും നൽകുന്നത്. 2008-ൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന ഗാരി കെർസ്റ്റന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെന്റൽ ട്രെയിനറായി പാഡി എത്തുന്നത്. 2011 ഏകദിന ലോകകപ്പ് ജയം ടീമിനൊപ്പം നിന്ന് കണ്ടു പാഡി. പിന്നീട് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ പെർഫോമൻസ് ഡയറക്ടറായി. IPL-ലും ബിഗ് ബാഷ് ലീഗിലും ഒക്കെ ടീമുകളുടെ ഹെഡ് കോച്ചിന്റെ റോളിലും തിളങ്ങിയിട്ടുണ്ട്. 2024-ൽ പാരീസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെയും മെന്റൽ ട്രെയിനർ പാഡി തന്നെയായിരുന്നു. 20 വ്യത്യസ്ത കായിക മേഖലകളിലുള്ള 350-ലേറെ പേർക്ക് ഇതിനോടകം തന്നെ സേവനം നൽകിയിരിക്കുന്നു ഈ മനുഷ്യൻ. കഴിഞ്ഞ ഏപ്രിലിൽ കാൻഡിഡേറ്റ്സ് ജയിച്ച് ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയതോടെയാണ് സ്പോൺസർമാരായ വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമി ഒരു മെന്റൽ ട്രെയിനർക്കായി അന്വേഷണം ആരംഭിച്ചത്. മനസ്സിന്റെ ചെറിയൊരു പതർച്ച പോലും മത്സരഫലത്തെ സ്വാധീനിക്കാവുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പോലൊരു വേദിയിൽ ഗുഗേഷിന് പിന്തുണ നൽകാനാണ് പാഡിയെ എത്തിക്കാൻ അവർ ശ്രമം നടത്തിയത്. 18 വയസ്സുള്ള കുട്ടിയാണ്, അറിയാത്ത മേഖലയാണ് എന്നൊക്കെ ആദ്യം ചിന്തിച്ചെങ്കിലും ഗുഗേഷിന്റെ പ്രായത്തിൽ കവിഞ്ഞ ആത്മവിശ്വാസവും വിഷനും പാഡിയെ കൊണ്ട് യെസ് പറയിപ്പിച്ചു. 6 മാസക്കാലം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗുഗേഷുമായി ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ സംസാരിച്ചു. ആവശ്യമുള്ള ഉപദേശങ്ങളും മാനസിക പിന്തുണയും നൽകി. ഗുഗേഷ് ലോക ചാമ്പ്യന്റെ കിരീടം അണിഞ്ഞു നിൽക്കുമ്പോൾ അവർ ആദ്യമായി നേരിൽ കണ്ടു. നൽകിയ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞൊരു കെട്ടിപ്പിടുത്തമായിരുന്നു ഗുഗേഷ് ആ മനുഷ്യനായി കരുതി വെച്ചത്. ചെസ് ബോർഡിന് മുന്നിൽ മാത്രമല്ല, അതിനപ്പുറം നല്ലൊരു മനുഷ്യനാണ് ഗുഗേഷ് എന്നാണ് പാഡി പറഞ്ഞത്. കിരീടം നേടിയ ശേഷം ഡിംഗ്ലിറനെ യഥാർത്ഥ ചാമ്പ്യൻ എന്ന് വിളിച്ചതും എല്ലാ നേട്ടങ്ങളും ചുറ്റുമുള്ള മനുഷ്യർക്ക് സമർപ്പിച്ചതും അതിന് തെളിവായിരുന്നു. പാഡിയോടൊപ്പം ഗുഗേഷിന്റെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവർ വേറെയുമുണ്ട്. ബോർഡിൽ ഗുഗേഷിന്റെ കരുനീക്കങ്ങൾ പിഴയ്ക്കാതിരിക്കാനും എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനും രാവ് പകലാക്കിയ കുറച്ച് മനുഷ്യർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ നേട്ടം. സെക്കൻഡ്സ് എന്ന് വിളിക്കുന്ന ഗുഗേഷിന്റെ ടീമിൽ മെന്ററായി സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദ് തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പെൻഡല ഹരികൃഷ്ണ, പോളിഷ് ഗ്രാൻഡ് മാസ്റ്റർമാരായ ഗ്രിഗോറസ് ഗയാവ്സ്കി, രാഡോസ്ലാവ്, യാൻ ക്രിസ്റ്റോഫ്, ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ വിൻസെന്റ് കെയ്മർ, പോളിഷ് താരം യാൻ ക്ലിങ്കോവ്സ്കി എന്നിവരായിരുന്നു പ്രധാനപ്പെട്ടവർ. ഈ പേരുകൾ പറഞ്ഞു പോകാതെ ഗുഗേഷിന്റെ വിശ്വവിജയം സമ്പൂർണ്ണമാകുകയേയില്ല. 18-ാം വയസ്സിൽ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യൻ എന്ന മൗണ്ട് എവറസ്റ്റ് ദൊമ്മരാജു ഗുഗേഷ് ഒറ്റയ്ക്ക് കയറിയതേയല്ല. ഗുഗേഷ് തന്നെ പറഞ്ഞതുപോലെ ചുറ്റും നിന്ന ഓരോ മനുഷ്യരും ആ കയറ്റത്തിൽ വീണുപോകാതെ മുന്നോട്ട് നടത്തിച്ചിട്ടുണ്ട്. എല്ലാറ്റിലുമുപരി ചെസ് ബോർഡിൽ കരുക്കളുറപ്പിക്കാൻ പഠിച്ച കാലം മുതൽ ഈ കിരീടം അയാൾ അത്രയേറെ സ്വപ്നം കണ്ടിരുന്നു. ഒറ്റ ലക്ഷ്യവുമായി ഓടുമ്പോൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും തളർച്ചയുണ്ടാകാം. അത് അഡ്രസ്സ് ചെയ്യുക, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നത് പ്രയോറിറ്റിയാണെന്ന് കാണിക്കുന്നു ഗുഗേഷിന്റെ ഈ ജയം. ആവശ്യമെങ്കിൽ സഹായം തേടുക തന്നെ വേണം. അത് നേട്ടങ്ങളുടെ ചന്തം കൂട്ടുകയേയുള്ളൂ.